പാട്യം പഞ്ചായത്ത് വികസന സദസ്സ് കൊട്ടയോടിയിൽ നടന്നു. കെ.പി. മോഹനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ.വി. ഷിനിജ അധ്യക്ഷയായി. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അടിസ്ഥാനപരമായി നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടതും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതും വിദ്യാഭ്യാസ മേഖലയാണ്. പിന്നീട് വരുന്നതാണ് കാർഷിക മേഖല. കാർഷിക മേഖലയിലും പുത്തൻ ഉണർവ് പരത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെ എല്ലാ മേഖലകളിലും, അതായത് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരുന്ന മാറ്റം പല കാര്യങ്ങളും വരുമ്പോൾ ഒന്നിനൊന്ന് അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഇതര ഭാഗങ്ങളിൽ നിന്നുണ്ടാവുമ്പോൾ അതിനൊക്കെ തന്നെ മറികടന്നുകൊണ്ട് അതൊന്നും വിലവെക്കാതെ എന്തെല്ലാമാണ് പുരോഗതി വേണ്ടത് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അത് നടപ്പിലാക്കുന്നതാണ് പഞ്ചായത്ത് മുഖാന്തരമാണ് സാധാരണ ഗ്രാമീണ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതൊക്കെ തന്നെ ലഭിക്കുന്നത്. അത് ഏത് വിധത്തിലായാലും, അത് കേന്ദ്ര ഫണ്ടായാലും സംസ്ഥാന സർക്കാർ ഫണ്ടായാലും, അതോടൊപ്പം തന്നെ MLA ഫണ്ട്, MP ഫണ്ട്, ഇതൊക്കെ തന്നെയായാലും, അതോടൊപ്പം മറ്റ് രീതിയിലുള്ള ഫണ്ടുകൾ ഉണ്ടായാലും അത് നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് മുഖാന്തരമാണ്. ചടങ്ങിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ അവതരണം വികസന സദസ്സ് ചാർജ് ഓഫീസർ സുജിത് കുമാർ പയ്യമ്പള്ളിയും, പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ അവതരണം പഞ്ചായത്ത് സെക്രട്ടറി ജോയ്സ് വർഗീസും നടത്തി. മുൻ MLA P. ജയരാജൻ പഞ്ചായത്ത് വികസന രേഖ പ്രകാശനം ചെയ്തു. പ്രകർഷണം എന്ന പേരിൽ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ആദരവും ചടങ്ങിൽ നൽകി. വിവിധ ശ്രീ ടി ദാമോദരൻ അവർകളെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കേരള അണ്ടർ 16 ആവുന്നതിനു വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായി കൗമുദി ലേഖകൻ പത്തായക്കുന്ന് സ്വദേശി മമ്പറം അടുത്ത ആദരവ് ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ജനയുഗം ലേഖകൻ ചിറ്റാരിപ്പറമ്പ് സഹകരണ ബാങ്ക് ജീവനക്കാരനായ M.A. ബിജുവിനെ സ്നേഹ ആദരവ് ഏറ്റുവാങ്ങ മീഡിയ ഫോർ ചാനൽ ലേഖകനും മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവവുമായ രജിത്, മീഡിയ മലബാർ ന്യൂസ് ചാനൽ ലേഖകനും 30 വർഷമായി മാധ്യമ പ്രവർത്തന രംഗത്തെ സജീവവുമായ K.P. ശ്രീജിത്ത്. ജില്ലാ ആസൂത്രണ സമിതി അംഗം K.V. ഗോവിന്ദൻ ആദരസമർപ്പണം നടത്തി. UP ശോഭ, ഉഷ രാരോത്ത്, P. ഷെറീന, T. ദാമോദരൻ, T. സുജാത, മുഹമ്മദ് ഫൈസ് അരുൾ, ശോഭ കോമത്ത്, P. റോജ, P.V. സുരേന്ദ്രൻ, K. പ്രവീൺകുമാർ, P. ശ്രീഷ്മ, M.C. രാഘവൻ, A. പ്രദീപൻ, P.K. ദിവാകരൻ, K.M. ചന്ദ്രൻ, S. ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. വികസന സദസ്സിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാട്ടും പൊലിമ എന്ന പേരിൽ 6 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിക്ക് വൈകിട്ട് നടക്കുന്ന കലാസന്ധ്യയോടെ സമാപനമാകും. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. ഗ്രേറ്റ് ബോംബെ സർക്കസ് 6 വർഷത്തിന് ശേഷം സെപ്റ്റംബർ 28 മുതൽ പോലീസ് മൈതാനം കണ്ണൂരിൽ. ഏഷ്യാസ് ബെസ്റ്റ് സർക്കസ്. റഷ്യൻ, ചൈനീസ്, എത്യോപ്യൻ, ഇറ്റാലിയൻ പ്രകടനങ്ങൾ. ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു. ദിവസേന 3 പ്രദർശനങ്ങൾ. 1 മണി, 4 മണി, 7 മണി. വാട്ടർ പ്രൂഫ്, ഫയർ പ്രൂഫ് ടെന്റ്. നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ. ഗ്രേറ്റ് ബോംബെ സർക്കസ്, പോലീസ് മൈതാനം, കണ്ണൂർ.